കായിക മന്ത്രി തന്നെ പ്രതികരിക്കുകയാണ്. ക്ലബ്ബുകളെയോ രാജ്യങ്ങളെയോ കേരളത്തിനകത്തേക്ക് കൊണ്ടുവന്ന ഒരു ക്ലബ്ബാണോ അല്ലെങ്കിൽ ഒരു പിന്നെ അഡ്വർടൈസ്മെന്റ് കമ്പനിയാണോ ഇവരെന്നുള്ള അടക്കമുള്ള പരിശോധന നടത്തുന്നുണ്ട്. ഇവരൊരു ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി നോക്കുന്നുണ്ട്. സർക്കാരുമായി ബന്ധപ്പെട്ട അത്തരത്തിലൊരു നടപടിക്രമത്തിലേക്ക് വരുന്ന ഒരു ഫയൽ ഒരു മന്ത്രിയുടെ ഓഫീസിലേക്ക് വരുന്ന ഒരു പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായ ഇമെയിലിലേക്ക് വരുന്ന ഒരു ഇമെയിൽ, അല്ലെങ്കിൽ ഓഫീസിലേക്ക് വരുന്ന ഒരു കത്ത്, ഒരു പ്രപ്പോസൽ, അത് കൈകാര്യം ചെയ്യേണ്ടുന്ന രീതി റൂൾസ് ഓഫ് പ്രൊസീജിയർ വളരെ കൃത്യമായി പറയുന്നുണ്ട്. അതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളിടത്താണ് ഇതിൻ്റെ ഏറ്റവും ആദ്യത്തെ നടപടിക്രമങ്ങളിലെ വീഴ്ച ആരംഭിക്കുന്നത്. അത് തപാൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയോ അതിന് നമ്പർ എടുക്കപ്പെടുകയോ അത് ഡിപ്പാർട്ട്മെന്റൽ തലത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. 2 വർഷക്കാലമാണ് ഏറ്റവും ചുരുങ്ങിയത് ഈ കമ്മ്യൂണിക്കേഷൻ അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഈ തരത്തിൽ നടത്തിയിട്ടുള്ളത്. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഒരു നോട്ട് മുഖാന്തരം ഇത് ഡിപ്പാർട്ട്മെന്റ് തലത്തിലേക്ക് ഉദ്യോഗസ്ഥർക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിലൊക്കെ തന്നെ ഒരു വലിയ പ്രൊസീജിയർ ലാപ്സ് ഉണ്ടായിട്ടുണ്ട്. അത് ചില പ്രത്യേക താല്പര്യങ്ങളുടെ പേരിലാണോ എന്ന് ചോദിച്ചാൽ ആർക്കും ആശങ്ക പറഞ്ഞാൽ അതിനെ കുറ്റം പറയാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് സാമ്പത്തിക ലാഭം ഉണ്ടായോ നഷ്ടമുണ്ടായോ എന്നുള്ളതല്ല, സർക്കാർ സംവിധാനത്തെ ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അല്ല, 2 വർഷക്കാലം അദ്ദേഹം സ്വന്തം നിലയ്ക്ക് ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ നടത്തി. അതിനുശേഷം മാത്രം പിന്നെ ഒരു പർട്ടിക്കുലർ ഡേറ്റിലാണ് ഒരു നോട്ടിൽ കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് തലത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതുവരെ ഈ കമ്മ്യൂണിക്കേഷൻ നടത്തുകയും അത് മറച്ചുവെക്കുകയും ചെയ്യുമ്പോൾ അതിനകത്ത് സ്വകാര്യ താല്പര്യങ്ങളുണ്ട് എന്നുള്ളതിൽ വ്യക്തമാക്കപ്പെടുന്നത്. മാത്രമല്ല, ഈ മന്ത്രിയുടെ കമ്മ്യൂണിക്കേഷൻസ് ഒരു സ്ത്രീയുടെ പേരുണ്ട്, അതായത് ഒരു അമീറ ആയിഷ ബീഗം, അവർക്കും തൂക്കി വെച്ചിട്ട് മന്ത്രി പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻസ് അല്ല, കായിക വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കൊന്നും ആ തലത്തിൽ ഇതിന്റെമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കൊന്നും ആ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ടായിരുന്നു എന്ന് വിശ്വസിക്കാൻ വേണ്ടി സാധിക്കില്ല. കാരണം 2 വർഷക്കാലത്തിന് 2022 വേൾഡ് കപ്പിന് ശേഷം 2023 ആദ്യ മെയിൽ വരുന്നതിന് ശേഷമുള്ള 1 വർഷക്കാലത്തിന് ശേഷമാണ് ഇതിന്റെ ആദ്യ കമ്മ്യൂണിക്കേഷൻ തന്നെ ഇവർ നോട്ട് കൈമാറുന്നത്. പിന്നെയും കുറേയേറെ കമ്മ്യൂണിക്കേഷൻസ് ആ തലത്തിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ പല പല ആശങ്കകൾ സ്വാഭാവികമായിട്ട് നിൽക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ഗോട്ടാഡ് എന്ന് പറയുന്ന അഡ്വർടൈസ്മെന്റ് കമ്പനിയുടെ പ്രവർത്തന പരിചയത്തെ സംബന്ധിച്ചുണ്ട്. അവരുടെ അഡ്രസ് ക്ലോസ് തന്നെയാണ് പിന്നെ RBCയുടെയും അഡ്രസ് ക്ലോസിൽ വരുന്ന ഒരു സ്ഥാപനം എന്നുള്ളത് പിന്നീട് വെളിവാക്കപ്പെടുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഗോട്ടാഡ് മാറി പിന്നെ RBC വന്നത്? അതുപോലെ തന്നെ ടൂർ പ്രൊഡന്റ് എന്ന് പറയുന്ന LLC എന്ന് പറയുന്ന കമ്പനി, അവർ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ആക്ഷേപങ്ങൾക്ക് ഇടവരുത്തിയിട്ടുള്ളൊരു കമ്പനിയാണ്. അപ്പോൾ അവർക്കാണ് പണം കൈമാറ്റം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട രേഖകൾ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിന്റെ പ്രൊസീജിയറിൽ ഒരുപാട് പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട്. ആ പോരായ്മകൾ അന്വേഷിക്കണ്ടേ? ഈ അമീറ ആയിഷ ബീഗം എന്ന് പറയുന്ന ഒരു സ്ത്രീക്കാണ് മന്ത്രി ഈ ഇദ്ദേഹത്തിന്റെ കമ്മ്യൂണിക്കേഷൻസിന്റെ കോപ്പി വെച്ചിരിക്കുന്നത്. അദ്ദേഹം അതോടൊപ്പം തന്നെ ഇമെയിലിന്റെ കോപ്പികളിൽ കായിക സെക്രട്ടറിയോ ഡയറക്ടറോ അറിയുന്നില്ല. ഇദ്ദേഹം നേരിട്ട് ഈ കമ്മ്യൂണിക്കേഷൻസ് നടത്തുകയാണ്. അപ്പം ഈ അർജന്റീന അസോസിയേഷനുമായി ബന്ധപ്പെടുന്നത് മന്ത്രി ഡയറക്റ്റാണ്. അപ്പൊ ഈ സ്ത്രീക്ക് കോപ്പി വെച്ചിട്ടുണ്ട്. ഇവരാരാണ് ഈ സ്ത്രീ? അല്ല, അതാണ് പറയുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്കൊരു വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ടല്ലോ. ഇതില് പിന്നെ സ്വകാര്യ വ്യക്തികളുമായി കത്തിടപാടുകൾ നടത്തുമ്പോഴൊക്കെ പാലിക്കേണ്ടതായ പ്രൊസീജിയർസ് പാലിക്കപ്പെട്ടിട്ടുണ്ടോ? ഒരു ഗവൺമെന്റ് തലത്തിൽ വരുന്ന ഒരു പ്രപ്പോസൽ, ആ പ്രപ്പോസൽ കൈകാര്യം ചെയ്യുമ്പോൾ അതിന്റെ സാമ്പത്തിക ലാഭം ഉണ്ടാക്കപ്പെടാൻ സാധ്യതയുള്ള സ്വകാര്യ ഏജൻസികൾക്ക് വേണ്ടി ഗവൺമെന്റിന്റെ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്ത് കത്തയക്കുകയോ അതിനുവേണ്ടി ഇടപെടുകയോ ചെയ്യേണ്ട കാര്യങ്ങളില്ലല്ലോ. അപ്പോൾ ഈ നേരത്തെ സൂചിപ്പിച്ചപ്പെട്ട പോലെയുള്ള പേരുകൾ അല്ലെങ്കിൽ ഇതെല്ലാം ദുരൂഹമായി നിൽക്കുന്ന ഒരു ഘട്ടമുണ്ട്. അപ്പോൾ ആ ഘട്ടത്തിൽ തുടക്കം മുതലേ തന്നെ ഇതിനകത്തൊരു ചില ഒരു നിഗൂഢതയുണ്ട് എന്നുള്ളൊരു വ്യക്തതയാണ്. അതിനുശേഷം ഏറ്റവും അവസാനം വീണ്ടും മെസ്സി വരുമെന്ന് ഉറപ്പ് പറയുകയാണ്. മെസ്സി വരുമെന്ന് ഇദ്ദേഹം തന്നെ കായിക വകുപ്പ് മന്ത്രി തന്നെ ഉറപ്പ് പറയുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ ഒരു വലിയ യോഗത്തിൽ പറയുന്നത് മെസ്സി വരും കേട്ടോ എന്നാണ് പറഞ്ഞത്. ഇപ്പൊ ഈ ഉയർന്നു വന്ന വിവാദങ്ങൾ അദ്ദേഹം കേട്ടോ എന്നൊരു ചോദ്യം ഞങ്ങൾക്കുണ്ട്. അദ്ദേഹം കൂടി കേൾക്കേണ്ടതാണ്. അദ്ദേഹം കൂടി മറുപടി പറയേണ്ട വിഷയങ്ങൾ കൂടിയൊക്കെ ഉണ്ട്. മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഫർദർ എൻക്വയറികൾക്ക് ശേഷം പറയേണ്ട കാര്യങ്ങൾ. സത്യപ്രതിജ്ഞാ ലംഘനം തന്നെയാണ്. അതായത് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഞാനായാലും മറ്റാരായാലും തന്നെയും മുമ്പുണ്ടായിരുന്ന ആളുകളായാലും സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് തന്റെ വകുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഒരാൾക്ക് ഒരു സ്വകാര്യ വ്യക്തികൾക്ക് അല്ലെങ്കിൽ വ്യക്തികൾക്ക് അവർക്ക് ഗുണകരമാകുന്ന രീതിയിൽ ഇടപെടാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. വകുപ്പുമായി ബന്ധപ്പെട്ട രഹസ്യ സ്വഭാവത്തോടു കൂടി സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ പുറത്തു വിടാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് വലിയ അലംഭാവം ഉണ്ടായി എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ചില്ലിക്കാശ് സർക്കാർ നഷ്ടമുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. എന്തിനാണ് സ്പെയിനിൽ പോയത് നടക്കുമുള്ള കാര്യങ്ങളിലൊക്കെ ഈ നഷ്ടം വന്നിട്ടുണ്ട്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അതിലൊക്കെ സർക്കാരിൽ നിന്ന് 14 ലക്ഷത്തോളം രൂപ ചെലവഴിക്കപ്പെട്ടത്, 14 ലക്ഷം രൂപയുടെ ചെലവൊക്കെ വന്നതായിപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവിടെയൊക്കെ സർക്കാരിനെ സംബന്ധിച്ച് വേണമെങ്കിൽ അത് നഷ്ടമായി തന്നെ കണക്കാക്കാവുന്നതേ ഉള്ളൂ.
ആ സ്പെയിൻ യാത്രയ്ക്ക് മാത്രമാണോ സർ ഈ 14 ലക്ഷം? അല്ല, ഞാൻ പറഞ്ഞത് അതിൻ്റെ വിദേശയാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അതിൻ്റെ ഡീറ്റെയിലിംഗ് പോകേണ്ട വിദേശയാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ സർക്കാരിൻ്റെ പണം ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല സർക്കാർ സംവിധാനം മുഴുവനായി ദുരുപയോഗം ചെയ്യപ്പെട്ടില്ലേ. സർക്കാർ സംവിധാനങ്ങളുടെ ഇപ്പോൾ ഒരു അന്താരാഷ്ട്ര കളിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ്റെ ഭാഗത്താണ് അന്തിമ സമ്മതം വേണ്ടത്. മെസ്സിയാണ് പറയേണ്ടത്. ഫിഫയും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും ഒക്കെ അറിയണ്ടേ. കേരള ഫുട്ബോൾ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടായിട്ടില്ല. ഇതിനൊക്കെ ഒരു മെക്കാനിസം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ പ്രോപ്പർ ചാനലല്ല, ഒരു പ്രോപ്പർ ചാനലുമല്ല ഇത് മുന്നോട്ട് പോയത്. സ്പോൺസറെ തിരഞ്ഞെടുത്തതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള സുതാര്യതയും പാലിക്കാൻ ഇവർക്ക് സാധിച്ചില്ല. അതൊന്നും സർക്കാരിൻ്റെ ബാധ്യത ഒഴിവാക്കപ്പെടുന്നില്ല. സർക്കാരിന് സാമ്പത്തികമായ ബാധ്യത മാത്രമല്ല, നിയമപരമായ ബാധ്യതയുണ്ട്, ഭരണഘടനാപരമായ ബാധ്യതയുണ്ട്. ആ ബാധ്യതകളൊക്കെ തന്നെ സർക്കാരിന്റെ തലയിലേക്ക് കൊണ്ട് കെട്ടിവെക്കുന്ന ഒരു നടപടി ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അസോസിയേഷനുകൾക്കൊന്നും ഒരു റോൾ ഉണ്ടായിരുന്നില്ല. ഇവിടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനെ സംബന്ധിച്ച് അവർക്ക് പോലും ഇതിനെ സംബന്ധിച്ച് യാതൊരു അറിവ് പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഫിഫയുടെ എന്തെങ്കിലും അറിവോ കാര്യങ്ങളോ ഉണ്ടായിരുന്നു? അത് അടക്കമുള്ള കാര്യങ്ങളൊക്കെ വളരെ നിഗൂഢ നിൽക്കുകയാണ്. ഇപ്പോൾ ധനകാര്യ വകുപ്പിന്റെ അനുവാദം വാങ്ങി കേന്ദ്ര സർക്കാരിൻ്റെ നിന്ന് പണം കൈമാറ്റം ചെയ്യാനുള്ള അനുവാദം കിട്ടി എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു കരാറ് വളരെ ശുദ്ധമായതോ അതിൽ മറ്റ് സാമ്പത്തിക താല്പര്യങ്ങളില്ലാത്തതോ ആ കരാർ വളരെ ജെന്യുവനാണ് എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ലല്ലോ. അനുമതി കിട്ടിയത് ആ കമ്മ്യൂണിക്കേഷൻസിന്റെ ഭാഗമായിട്ടുള്ള മാത്രമാണ്. പക്ഷെ അത് പരിപൂർണമായ അനുമതിയല്ല. ആ കത്തിൽ തന്നെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഇതിൽ പിന്നെ മെസ്സിയുടെ വരവ്, അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷൻ, അവരുടെ ഉറപ്പ്, അതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും എന്നുള്ളതാണ്. പക്ഷെ അതൊന്നും, അതായത് കായിക മന്ത്രി ഇപ്പോഴും വ്യക്തമാക്കുന്നത് ഇതിൽ കൃത്യമായ ഒരു ഉറപ്പ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനിൽ നിന്ന് ലഭിച്ചിരുന്നില്ല. അത് മാത്രമല്ല, ഇത്രമേൽ ഗൗരവമേറിയ ഒരു ഡീലിലേക്ക് പോകുന്നതിന് വേണ്ടി അതിന് മുന്നോടിയായി സർക്കാർ തലത്തിൽ നടത്തേണ്ട പരിശോധനകളോ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നുകൂടിയാണ് ഇപ്പോൾ കായിക മന്ത്രി വ്യക്തമാക്കുന്നത്. സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേകമായ അന്വേഷണത്തിന് സർക്കാർ തയ്യാറാകുമോ, അതെയോ സർക്കാരിന് വേണ്ടി തയ്യാറാക്കപ്പെട്ട റിപ്പോർട്ടിൽ ആണോ? കായിക വകുപ്പ് സെക്രട്ടറിയാണ് ഇങ്ങനെ ഗുരുതരമായ സംശയങ്ങളും കണ്ടെത്തലുകളും ഉൾപ്പെടുന്ന റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. ആ റിപ്പോർട്ടിൽ പിഴവുകളുണ്ടോ, അതിൽ കൂടുതൽ വ്യക്തത വരും. പക്ഷേ ഇപ്പോൾ സർക്കാർ, പ്രത്യേകിച്ച് കായിക വകുപ്പ്, ഈ റിപ്പോർട്ടിൽ ഉറച്ചു നിൽക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.